ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് 2018 പുറത്തിറങ്ങിയ ഒരു കൊറിയൻ ത്രില്ലറായ ബിലീവർ എന്ന മൂവിയാണ്. നമ്മളുടെ കഥാനായകൻ ഒരു ഡ്രഗ് ലോഡിനെ അന്വേഷിച്ചിറങ്ങുന്നു. അവസാനം അവനെ കണ്ടുപിടിക്കുമോ ഇല്ലയോ എന്നതിലൂടെയാണ് കഥ പോകുന്നത്. പ്രതീക്ഷിക്കാത്ത ട്വിസ്റ്റും നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ അധികം പറയുന്നില്ല, നമുക്ക് കഥയിലേക്ക് പോകാം. സിനിമയുടെ സ്റ്റാർട്ടിങ്ങിൽ നമ്മുടെ ഹീറോ മഞ്ഞു മൂടിയ ഒരു സ്ഥലത്തൂടെ വണ്ടി എടുത്തു പോകുന്നതാണ് കാണിക്കുന്നത്. അവിടുന്ന് കട്ടായിട്ട് പിന്നീട് കാണിക്കുന്നത് കുറച്ച് ദിവസത്തിന് മുമ്പുള്ള കാര്യമാണ്. നമ്മളുടെ ഹീറോ ഒരു നാർക്കോട്ടിക്സ് ഡിറ്റക്റ്റീവ് ആണ്. ഇപ്പൊ അവന്റെ ലക്ഷ്യം ഡ്രഗ് ലോഡായ മിസ്റ്റർ ലീ എന്ന് പറഞ്ഞ ഒരുത്തനെ പിടിക്കുക എന്നുള്ളതാണ്. മിസ്റ്റർ ലീയുടെ പ്രധാന പണി ഇല്ലീഗലായിട്ട് ഡ്രഗ്സ് മാനുഫാക്ചർ ചെയ്യുക, അതിന്റെ ഡിസ്ട്രിബ്യൂഷൻ കൺട്രോൾ ചെയ്യുക. സത്യം പറഞ്ഞാൽ ഡ്രഗ് ബിസിനസിന്റെ മാസ്റ്റർ മൈൻഡ് തന്നെയാണ് ഇവൻ. പക്ഷെ വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ മിസ്റ്റർ ലീയെ അവന്റെ അണ്ടറിൽ വർക്ക് ചെയ്യുന്നവരോ മറ്റാരും തന്നെ നേരിട്ട് ഇതുവരെ കണ്ടിട്ടില്ല. ഇവൻ നേരിട്ട് ഒരു ഇടപാടും നടത്തില്ല. ലീ എന്നുള്ള പേര് മാത്രമാണ് എല്ലാവർക്കും അറിയുന്നത്. എന്നാൽ ലീ എന്ന ആ വ്യക്തിയെ ആർക്കും അറിയില്ല. ഇപ്പൊ ഹീറോ അവന്റെ പരിചയത്തിലുള്ള സൂ ജൂങ് എന്ന പെണ്ണിനെ കാണാൻ വേണ്ടി വിളിപ്പിച്ചിട്ടാണുള്ളത്. അപ്പൊ സംഭവം എന്താണെന്ന് വെച്ചാൽ അവൾ മിസ്റ്റർ ലീയുടെ ഡ്രഗ് കാർട്ടലിൽ ലീ അറിയാതെ ഹീറോക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നുണ്ട്. മിസ്റ്റർ ലീയെ പറ്റിയുള്ള വിവരങ്ങൾ ഹീറോക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി. ബട്ട് പണി 18 നോക്കിയിട്ടും അവൾക്കും ആരായി മിസ്റ്റർ ലീ എന്ന് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. ഇപ്പൊ ലീയുടെ ആളുകൾ ഡ്രഗ്സ് സീക്രട്ട് ആയിട്ട് ഡെലിവറി ചെയ്യാൻ വേണ്ടി എഗെയിൻ ഇവൾക്ക് ജോലി ഏൽപ്പിച്ചിട്ടാണുള്ളത്. അപ്പൊ അതിനു വേണ്ടി അവർ ഇവളോട് യോങ്സണിൽ വെച്ച് മീറ്റ് ആക്കാനാണ് ആദ്യം പറഞ്ഞത്. ഇപ്പൊ അവർ ഇവളെ അവിടുന്ന് നേരെ ടെർമിനലിലേക്ക് കൊണ്ടുപോകുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇവക്കാണെങ്കിൽ പോകാൻ വലിയ താല്പര്യമൊന്നുമില്ല. ഇത് നമുക്ക് കിട്ടിയ അവസാനത്തെ കച്ചിത്തുരുമ്പാണ്. ഇത്തവണത്തേക്ക് മാത്രം നീ എനിക്ക് വേണ്ടി ഈ ഹെൽപ്പ് ചെയ്. ഇനി ഞാൻ നിന്റെ അടുത്ത് ഈ കാര്യം പറഞ്ഞു വരില്ല. അല്ല, യോങ്സണിൽ വെച്ച് മീറ്റ് ചെയ്യാനല്ലേ അവർ ആദ്യം പറഞ്ഞത്, പിന്നെന്താ ടെർമിനലിലേക്ക് മാറ്റിയത് എന്ന് ഹീറോ ചോദിക്കുന്നു. അത്രക്കും അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ എന്നാ നിങ്ങളും എന്റെ കൂടെ വാ. ഇല്ലില്ല, ഞാൻ എന്തായാലും നിന്റെ കൂടെ വരില്ല. പക്ഷെ 9 മണി ആകുമ്പോഴേക്കും ഞാൻ യോങ്സണിൽ ഉണ്ടാകുമെന്നും അവിടുന്ന് നമുക്ക് കാണാമെന്നും ഇവൻ പറയുന്നു. അവിടുന്ന് കെട്ടായിട്ട് പിന്നെ കാണിക്കുന്നത് ആ നാട്ടിലെ വലിയ ഷിപ്പിംഗ് കമ്പനിയിലെ CEO മരിച്ചു എന്ന് ന്യൂസിൽ കാണിക്കുന്നതാണ്. മരണകാരണം ഹാർട്ട് അറ്റാക്ക് എന്നാണ് പറയുന്നത്. പക്ഷെ നാട്ടുകാരെല്ലാവരും പറയുന്നത് അയാൾക്ക് അറ്റാക്ക് വന്നതല്ല, പകരം ആരോ കൊന്നു എന്നതാണ്. മറുഭാഗത്ത് യോങ്സണിൽ വെച്ച് മീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ ഹീറോ സൂങ് ജൂങ്ങിനെ വെയിറ്റ് ചെയ്യുകയാണ്. എന്നാൽ ടൈം കഴിഞ്ഞിട്ടും അവളെ കാണില്ല. ആ സമയം ഹീറോയുടെ ഫോണിൽ അവിടെ അടുത്തുള്ള പാർക്കിംഗ് ഗരാജിന്റെ ഫോട്ടോ ആരോ അയക്കുന്നു. എന്തോ മന്തിയായിട്ട് തോന്നിയ ഹീറോ അങ്ങോട്ടേക്ക് പോകുന്നു. അവളുടെ ഫോണിലും വിളിച്ചുകൊണ്ടാണ് ഈ പോകുന്നത്. അപ്പോ അവിടെ അടുത്ത് എവിടെയായിട്ട് അവളുടെ ഫോൺ റിങ് ചെയ്യുന്നത് ഹീറോ കേൾക്കുന്നു. പിന്നീട് ആ ശബ്ദം കേട്ട ഭാഗത്ത് പോയി നോക്കിയ ഹീറോ കണ്ടത് ചോരയിൽ കുളിച്ച് കിടക്കുന്ന സൂങ് ജൂങ്ങിനെയാണ്. അവളുടെ വായിൽ ചുറ്റുമായിട്ട് ടാപ്പ് ഒട്ടിച്ചിട്ടുമുണ്ട്. അപ്പൊ ഇതൊക്കെ ലീയുടെ പണിയാണെന്നും ലീയുടെ രഹസ്യങ്ങൾ കണ്ടുപിടിക്കാൻ താൻ ഇവളെ അയച്ചത് കൊണ്ടാണ് ഇവളെ ലീ കൊന്നതെന്നും ഹീറോക്ക് മനസ്സിലാകുന്നു. ശേഷം ഹീറോ അവളെ എടുത്തുകൊണ്ട് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുന്നു. എന്നാൽ അവളുടെ കണ്ടീഷൻ ക്രിട്ടിക്കൽ ആയതുകൊണ്ട് തന്നെ നിങ്ങൾ അറിയിക്കേണ്ടവരൊക്കെ അറിയിച്ചോളൂ എന്ന് ഡോക്ടർ പറയുന്നു. അങ്ങനെ ഹീറോ അവളെ കാണാൻ വേണ്ടിയിട്ട് അതിന്റെ അകത്തേക്ക് കയറുന്നുണ്ട്. അന്നേരം അവൾക്ക് തന്നോട് എന്തോ പറയാനുണ്ടെന്ന് ഹീറോക്ക് മനസ്സിലാകുന്നുണ്ട്. ശേഷം അവൻ എന്താ പറയേണ്ടതെന്ന് വെച്ചാൽ ഇതിൽ എഴുതിക്കോ എന്നുള്ള രീതിയിൽ ഒരു പേപ്പർ എടുത്ത് അവൾക്ക് കൊടുക്കുന്നു. അപ്പൊ അവൾ അതിൽ 8 എന്നായിരിക്കും എഴുതിയിട്ടുണ്ടാവുക. എന്നാൽ അതെന്തോ ഉദ്ദേശിച്ചതെന്ന് ഇവൻ ചോദിക്കുമ്പോഴേക്കും അവൾ അപ്പൊ തന്നെ മരിക്കുന്നു. ഇവനാണെങ്കിൽ ഒരേ സമയം സങ്കടവും ദേഷ്യവും വരുന്നുണ്ട്. കാരണം അവളെ അവൻ സ്വന്തം മകളെ പോലെയാണ് കണ്ടത്. മാത്രമല്ല അവൻ കാരണം തന്നെയാണല്ലോ അവൾ മരിച്ചതും. എല്ലാം കൊണ്ടും ഇവന് ലീയോട് അടങ്ങാത്ത ദേഷ്യം വരുന്നുണ്ട്. അവിടുന്ന് കേട്ടായിട്ട് അടുത്ത സീനിൽ കാണിക്കുന്നത് ഹീറോക്ക് ഇത്ര കാലമായിട്ടും ലീയെ കണ്ടുപിടിക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ അവന്റെ ചീഫ് അവനോട് ഹൈ അതോറിറ്റി അന്നേ എന്നോട് ലീയെ കണ്ടുപിടിക്കാം, പുതിയ ടീമിനെ വെക്കാൻ 100 തവണ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനിപ്പോ ആരായി? അവനെ പിടിക്കാൻ വേണ്ടിട്ട് നീ എത്ര കാലം നടന്നു? എന്നിട്ടിപ്പൊ എന്തായി? വല്ലതും നടന്നോ? പോട്ടെ, അറ്റ്ലീസ്റ്റ് നിനക്ക് അവന്റെ ഒറിജിനൽ പേരോ ജെൻഡറോ എന്തെങ്കിലും കണ്ടുപിടിക്കാൻ പറ്റിയോ? 2 വർഷമായില്ലേ നീ അവനെ പിടിക്കാൻ ഇറങ്ങിയിട്ട്? ദാ ഇപ്പൊ അവൻ കാരണം ആ പെണ്ണും മരിച്ചു. അതുകൊണ്ട് നിന്നെ ഞാൻ ഈ കേസിൽ നിന്ന് ഒഴിവാക്കി പകരം വേറെ ടീമിനെ നിയമിക്കാൻ പോവുകയാണെന്ന് ഇങ്ങനെ പറയുന്നു. ഇല്ല, ഞാൻ എന്തായാലും ഇത്തവണ അവനെ പിടിക്കുമെന്ന് ഹീറോ അത്രക്കും ഉറപ്പിച്ച് പറയുന്നുണ്ട്. സൂങ് ജൂങ്ങിനെയും കൂടി കൊന്നത് കൊണ്ട് തന്നെ അവനെ ഇനി വിടില്ല എന്ന് ഉറപ്പിച്ചിട്ടായിരിക്കും ഹീറോ ഉള്ളത്. അവിടുന്ന് കേട്ടായിട്ട് അടുത്ത സീനിൽ കാണിക്കുന്നത് മിസ്റ്റർ ലീയുടെ ഡ്രഗ് ഫാക്ടറിയിലേക്ക് ഒരു സ്ത്രീ പോകുന്നതാണ്. ഇവൾ ഈ ലീയുടെ പവർ ബ്രോക്കറാണ്. ഇവളാണ് ലീയുടെ ഡ്രഗ് ബിസിനസ്സും അതിന്റെ ബാക്കി കാര്യങ്ങളും ഒക്കെ പിറകെ നിന്ന് കൺട്രോൾ ചെയ്യുന്നതും നോക്കി നടത്തുന്നതും ഒക്കെ. അങ്ങനെ അവൾ ആ ഫാക്ടറിയിലേക്ക് കയറാൻ പോകുമ്പോഴേക്കും അവിടെ ബോംബ് സ്ഫോടനം ഉണ്ടാകുന്നു. തല നാരിഴക്കാണ് ആ സ്ത്രീ രക്ഷപ്പെട്ടത്. അപ്പൊ ഇതൊക്കെ ചെയ്തത് ലീ ആണെന്നും തന്നെയും കൊല്ലാനുള്ള പ്ലാൻ ആയിരുന്നു എന്ന് ഇവക്ക് മനസ്സിലാകുന്നു. ശേഷം പേടിച്ചിട്ട് പ്രൊട്ടക്ഷന് വേണ്ടി ഇവൾ ഹീറോയെ സമീപിക്കുന്നു. അങ്ങനെ അവൾ ഇവർക്കിങ്ങനെ ഡ്രഗ്സ് മാനുഫാക്ചറിങ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സീക്രട്ട് ആയിട്ടുള്ള ഫാക്ടറി ഉണ്ടെന്നും അവിടെ ഇപ്പം നടന്ന ബോംബ് സ്ഫോടനത്തെ പറ്റിയൊക്കെ പറയുന്നു.
എന്നിട്ട് ലീയെ പിടിക്കാൻ ഞാൻ നിങ്ങളെ സഹായിക്കാം, പകരം നിങ്ങൾ എന്നെ പ്രൊട്ടക്ട് ചെയ്യണം. ശരിക്കും ഞാനും നേരത്തെ മരിക്കേണ്ടതായിരുന്നു. എന്തോ ഭാഗ്യത്തിനാണ് ഞാൻ രക്ഷപ്പെട്ടത്. ഞാനിപ്പോ ജീവനോടെ ഉണ്ടെന്ന് അവൻ അറിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും അവൻ എന്റെ പിറകെ വരാൻ ചാൻസ് ഉണ്ടെന്ന് പറയുന്നു. ശേഷം ബോംബ് സ്ഫോടനം നടന്ന ആ ഫാക്ടറിയിൽ പോലീസുകാരെല്ലാം എത്തുന്നു. അപ്പോ അതിന്റെ അകത്തുണ്ടായിരുന്നവരെല്ലാവരും മരിച്ചിട്ടുണ്ടാകും, ഒരെണ്ണം പോലും ജീവനോടെ ഉണ്ടാകില്ല. ഇവിടെ ഈ സ്ത്രീ 2007 2012 മറ്റോ ഇതുപോലെ ലീ തന്നെ ഞങ്ങളുടെ മറ്റൊരു ഫാക്ടറി ബോംബ് ഇട്ടിട്ട് നശിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ബട്ട് അന്ന് അവൻ എന്റെ ബോസിനെ കൊല്ലാൻ വേണ്ടിയായിരുന്നു അത് ചെയ്തത്, എല്ലാം എന്റെ കൺട്രോളിൽ വരാൻ വേണ്ടി. ലൈക്ക എന്ന് പറഞ്ഞ ഡ്രഗ് തരംഗമായപ്പോൾ അവൻ വലിയ പുള്ളിയായി. ബട്ട് അത് ഫേമസ് ആകാൻ കാരണം എന്റെ മാർക്കറ്റിംഗ് കാരണമാണ്. എന്നിട്ടും അവൻ എന്നെ കൊല്ലാൻ നോക്കി. എന്നിട്ട് നേരത്തെ ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ച ആ CEO ഇല്ലേ, അയാളെയും കൊന്നത് ഈ ലീ ആണെന്ന് ഇവർ പറയുന്നു. ഇവിടെ മറുഭാഗത്ത് ഫാക്ടറിയിൽ നിന്ന് പോലീസിന് ഒരു ഡോഗിനെ കിട്ടുന്നു. അതിന്റെ ശരീരം നല്ലോണം ബേൺ ആയിട്ടുണ്ടാകും, പക്ഷെ അതിന് ജീവനുണ്ട്. ഇവിടെ ആ സ്ത്രീ ആ മരിച്ച ഷിപ്പിംഗ് കമ്പനിയിലെ CEOയെ ഉദ്ദേശിച്ചുകൊണ്ട് 40-ാം വയസ്സിലാണ് അയാൾ ഡ്രഗ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത്. അയാൾ ഡ്രഗ്സ് എല്ലാം ജപ്പാനിൽ അയച്ച് ഒരുപാട് പൈസ സമ്പാദിച്ചു. ആ ഡ്രഗ്സ് വിറ്റ പൈസ കൊണ്ടാണ് അയാൾ ഈ ഷിപ്പിംഗ് കമ്പനി കെട്ടിപ്പടുത്തിയത് തന്നെ. അയാളുടെ ബിസിനസ് സ്മൂത്ത് ആയിട്ട് പോകാൻ വേണ്ടിയിട്ട് പൊളിറ്റീഷ്യൻസിനൊക്കെ പണം വാരി എറിഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അയാളുടെ ബിസിനസ് പടർന്ന് പന്തലിച്ചു. അതിനുശേഷമാണ് ഈ ലീ അയാളുടെ കൂട്ടത്തിൽ എത്തുന്നത്. ലീ വന്നതിന് ശേഷമാണ് ലീയുടെ ഹെൽപ്പോടുകൂടി ലൈക്ക എന്ന് പറഞ്ഞ പുതിയ ബ്രാൻഡ് അവർ തുടങ്ങിയത്. ആ ഡ്രഗ് അവർ പല സ്ഥലങ്ങളിലുമൊക്കെ കയറ്റി അയക്കാൻ തുടങ്ങി. അങ്ങനെ ആ ഡ്രഗ് ബിസിനസ് മുമ്പത്തെക്കാളും മികച്ച നിലയിൽ എത്താൻ തുടങ്ങി. മേ ബി എല്ലാം തന്റെ കൺട്രോളിലാകാൻ വേണ്ടിയായിരിക്കും ലീ ആ CEOയെ കൊന്നു എന്നായിരിക്കും ഇവള് പറയുന്നത്. അല്ല, ഇതെല്ലാം ചെയ്തത് ലീ തന്നെയാണെന്നുള്ള എന്തെങ്കിലും തെളിവുകളുണ്ടോ എന്ന് ഹീറോ ചോദിക്കുമ്പോൾ ഇല്ല, അവൻ ഒരു തെളിവും ബാക്കി വെക്കാറില്ല എന്ന് ഇവള് പറയുന്നു. പക്ഷേ ലീ എന്തിനാ ഫാക്ടറിയിൽ ബോംബിട്ടത്? ചിലപ്പോ എല്ലാം ഒന്നു മുതലേ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയായിരിക്കും. എന്തൊക്കെ തെളിവുകൾ ബാക്കിയുണ്ടോ അതൊക്കെ അങ്ങ് തീർക്കാമെന്ന് അവൻ കരുതി കാണും. അല്ല, ശരിക്കും ഈ ലീ ആരാ? ആർക്കറിയാം, ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അവനാണ് എല്ലാത്തിന്റെയും മാസ്റ്റർ മൈൻഡ്. പക്ഷെ ഒരിക്കലും അവൻ അവന്റെ മറ നീക്കി പുറത്തേക്ക് ഇതുവരെ വന്നിട്ടില്ല. ആകെ അവനെ കണ്ടിട്ടുള്ളത് ആ മരിച്ച CEO മാത്രമാണ്. നിങ്ങൾ വേഗം പോയി എനിക്കുള്ള ഭക്ഷണം കൊണ്ടുപോവാ, എനിക്ക് ഡയബറ്റിക്സ് ഉള്ളതാണ്, അതുകൊണ്ട് കൃത്യസമയം എനിക്ക് ഭക്ഷണം കഴിക്കണം. ഞാൻ എന്റെ മെഡിസിൻ ഇവിടെ എത്തിക്കാൻ എന്റെ ഡ്രൈവറോട് പറഞ്ഞിട്ടുണ്ട് എന്ന് ഇവള് പറയുന്നു. മറുഭാഗത്ത് ഇവിടെ ഫാക്ടറിയിൽ റാക്ക് എന്ന് പറഞ്ഞ ഒരുത്തൻ മാത്രം സ്ഫോടനത്തിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ടാകും. അപ്പൊ അവൻ ലീയുടെ അണ്ടറിൽ വർക്ക് ചെയ്യുന്നതാണ്. അവിടെ വർക്ക് ചെയ്യുന്ന വർക്കേഴ്സിന് താമസിക്കാൻ ഫാക്ടറിയുടെ ഏറ്റവും മുകളിൽ റൂമുണ്ട്. തീപിടുത്തമുണ്ടായ സമയത്ത് മുകളിലത്തെ ആ ബിൽഡിങ്ങിന്റെ ഭാഗം മാത്രം പൊട്ടി വീഴുകയുണ്ടായി. മുകളിൽ ഉണ്ടായത് കൊണ്ട് തന്നെ ചെറിയ പരിക്കുകൾ ഉണ്ടെങ്കിലും റാക്ക് എന്തോ ഭാഗ്യത്തിന് രക്ഷപ്പെട്ടു. ഈ റാക്കിന്റെ അമ്മയും അവിടെ വർക്ക് ചെയ്യുന്നതാണ്. എന്നാൽ ആ സ്ത്രീ ആ തീപിടുത്തത്തിൽ മരിച്ചു. അങ്ങനെ എല്ലാവരും റാക്കിനെ ഹോസ്പിറ്റലിലേക്ക് മാറ്റുന്നു. ഇവിടെ അപ്പോഴേക്കും ആ സ്ത്രീയുടെ ഡ്രൈവർ അവർക്കുള്ള മരുന്ന് എത്തിച്ചിട്ടുണ്ടാകും. ശേഷം അവർ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് എങ്ങനെയാണെന്ന് അറിയില്ല അവർ മരിക്കുന്നു. ഇനി ഡയബറ്റിക് ഷോക്ക് കാരണം കൊണ്ടാണോ ഈ സ്ത്രീ മരിച്ചതെന്ന് എല്ലാവർക്കും തോന്നുന്നുണ്ട്. ഹീറോ കൂടി ഉള്ളവരോട് ഇവളുടെ ആ ഡ്രൈവറല്ലേ ഇവൾക്കുള്ള മരുന്ന് കൊണ്ടുവന്നത്, എത്രയും പെട്ടെന്ന് അയാളെ പിടിക്കണമെന്ന് പറയുന്നു. അപ്പോഴേക്കും ഹോസ്പിറ്റലിൽ ഉണ്ടായ റാക്കിനെ കാണാനില്ല എന്ന് പറഞ്ഞ് ഹീറോക്ക് കൂടെയുണ്ടായ ആ ലേഡി സ്റ്റാഫിന്റെ കോള് വരുന്നു. അന്നേരം ഹീറോ അവിടെയുള്ള സെക്യൂരിറ്റിയോട് ഹോസ്പിറ്റലിലുള്ള എല്ലാ ഡോറും ക്ലോസ് ചെയ്യാൻ വേണ്ടി പറ, നമുക്ക് ലീയുടെ അടുത്ത് എത്താനുള്ള ഏക മാർഗം അവനാണ്, അതുകൊണ്ട് അവൻ എന്തായാലും വിടാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഹീറോ നേരെ ഹോസ്പിറ്റലിലേക്ക് പോകുന്നു. അപ്പോൾ ഹോസ്പിറ്റലിലുള്ള CCTV ഫൂട്ടേജിൽ റാക്ക് കോറിഡോറിലൂടെ നടന്നു പോകുന്ന ദൃശ്യങ്ങൾ ഇവർ കാണുന്നു. റാക്ക് നേരെ പോയത് മറ്റെവിടെയുമല്ല, അവന്റെ അമ്മയെ കിടത്തിയ മോർച്ചറിയിലേക്കായിരിക്കും. അവനിങ്ങനെ സങ്കടത്തോടെ അവരുടെ ബോഡി നോക്കി നിൽക്കുന്ന സമയത്ത് പോലീസ് അവനെ ചോദ്യം ചെയ്യാൻ വേണ്ടി നേരെ സ്റ്റേഷനിൽ കൊണ്ടുപോകുന്നു. ബട്ട് ഇവനോട് എത്ര ചോദിച്ചിട്ടും അവൻ കമാന്ന് പറഞ്ഞ ഒരു അക്ഷരം മിണ്ടില്ല. അവന്റെ കയ്യിലാണെങ്കിൽ 2 ഫോണും ഉണ്ടായിരുന്നു. അതിലൊരു ഫോണിൽ എന്തോ ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്. പക്ഷെ അതൊരു സീക്രട്ട് കോഡ് മെസ്സേജ് ആയതുകൊണ്ട് തന്നെ എത്ര പണി പെട്ടിട്ടും അതെന്താണെന്ന് പോലീസുകാർക്ക് കണ്ടുപിടിക്കാൻ സാധിക്കില്ല. ശേഷം ഹീറോ അവനോട് ആരാ ഈ ലീ എന്ന് വീണ്ടും ചോദിക്കുന്നു. എന്നാൽ എത്ര ചോദിച്ചിട്ടും നേരത്തെ പോലെ തന്നെ അവൻ ഒന്നും മറുപടി പറയില്ല. നീ എന്താ ഒന്നും സംസാരിക്കില്ലേ? ഓ, പറയുന്നത് പോലെ നിന്നെ ഇത്ര കാലം പോറ്റി വളർത്തിയത് ആ ലീ അല്ലേ, അപ്പൊ പിന്നെ അതിന്റെ നന്ദി നിനക്ക് കാണുമല്ലോ. പക്ഷെ വേറൊരു കാര്യം നീ ഓർക്കണം, അവൻ നിന്റെ അമ്മയെ കൊന്നവനാണ്. നീയും അതിന്റെ കൂടെ ചാകേണ്ടതായിരുന്നു. പക്ഷെ എന്തോ ഭാഗ്യത്തിന് നീ രക്ഷപ്പെട്ടു. എല്ലാത്തിനും കാരണം നിന്റെ ബോസ് ആണെന്ന് എന്നൊക്കെ ഹീറോ പറഞ്ഞിട്ടും ഇവനൊന്നും മിണ്ടത്തില്ല. താൻ എന്തോ കാണിക്ക്, താൻ എന്തോ പറ എന്നുള്ള ഭാവത്തിലായിരിക്കും. ശരിക്കും പറഞ്ഞാൽ എനിക്ക് നിന്നോട് പാവം തോന്നുന്നുണ്ട്. നായയെ പോലെ കൂറുണ്ടായിട്ടും ഓ ശരിയാണല്ലോ, ഒരു ഡോഗ് തീപിടുത്തത്തിൽ രക്ഷപ്പെട്ടിട്ടുണ്ട്. അത്ര പോലും ഒരു വാക്ക് പോലും മിണ്ടാതിരുന്ന ഇവൻ പെട്ടെന്ന് ആ ഡോഗിന് ഇപ്പൊ എങ്ങനെയുണ്ടെന്ന് ചോദിക്കുന്നു. നല്ല പരിക്ക് പറ്റിയിട്ടുണ്ട്, പക്ഷേ ഇപ്പൊ ചികിത്സയിലാണ് എന്ന് ഹീറോ പറയുന്നു. അപ്പൊ ആ ഡോഗ് റാക്കിന്റെ സ്വന്തം ഡോഗാണ്. അങ്ങനെ ഹീറോ അവനെയും കൂട്ടിയിട്ട് ആ ഡോഗുള്ള വെറ്റിനറി ഹോസ്പിറ്റലിലേക്ക് പോകുന്നു. എന്റെ ഡോഗിന്റെ ഇപ്പോഴുള്ള അവസ്ഥയ്ക്ക് കാരണം ലീ ആണോ? എങ്കിൽ നിങ്ങൾ അവനെ പിടിക്കാമോ എന്ന് ഇവൻ ചോദിക്കുന്നു.
എനിക്ക് എന്തായാലും അവനെ പിടിച്ചേ പറ്റൂ. അപ്പോഴാണ് റാക്ക് കുറച്ച് കാര്യങ്ങൾ പറയുന്നത്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് കുറെ പേർ താനാണ് ലീ എന്ന് പറഞ്ഞ് അവകാശപ്പെട്ടു വന്നിട്ടുണ്ടായിരുന്നു. അതിന്റെ പേരിൽ അവര് തമ്മിൽ തന്നെ തല്ലുണ്ടായിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നു. അപ്പോൾ ഈ റാക്കിന്റെ ജോലി കസ്റ്റമേഴ്സുമായിട്ട് ഡ്രഗ് ഡീല് ചെയ്യുക എന്നുള്ളതാണ്. ശേഷം ഹീറോ അവന്റെ കയ്യിലുണ്ടായ ആ 2 ഫോണിനെ പറ്റിയൊക്കെ ചോദിക്കുന്നു. അതിലൊരു ഫോൺ കമ്പനി ഫോണും മറ്റേ ഫോൺ ഡീലിംഗ് നടക്കുന്ന സമയത്ത് കസ്റ്റമേഴ്സിനെ കോണ്ടാക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നതുമാണ്. ഇനി ഒരു ചൈനക്കാരനായിട്ടാണ് ഡീലിംഗ് നടത്താനുള്ളതെന്ന് റാക്ക് പറയുന്നു. നേരത്തെ അതിലെ ഒരു ഫോണിൽ മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നില്ലേ? അപ്പോൾ അതെന്താ ഉദ്ദേശിച്ചത് വെച്ചാൽ സോളിലെ ഒരു ഹോട്ടലിൽ വെച്ച് നാളെ രാത്രി മീറ്റ് ചെയ്യാമെന്ന് ചൈനക്കാരൻ മെസ്സേജ് അയച്ചതാണ്. അപ്പോൾ നാളെ ആ ഹോട്ടലിൽ ചെന്ന് ആ ചൈനക്കാരന്റെ കയ്യിൽ നിന്ന് ഹൈ ക്വാളിറ്റി റോ മെറ്റീരിയൽസ് വാങ്ങിച്ച് അതിൽ നിന്ന് ഡ്രഗ് ഉണ്ടാക്കി അവർക്ക് തന്നെ തിരിച്ചേൽപ്പിക്കുക എന്നതാണ് ഡീൽ. വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ആ ചൈനക്കാരൻ ലീയെ നേരിട്ട് നാളെ മീറ്റ് ചെയ്യണമെന്ന് ഡിമാൻഡ് ചെയ്തിട്ടുണ്ട്. ഇവരെ കാണാൻ പോകുന്ന ആ ചൈനക്കാരൻ അത്രയും പവർ ഉള്ള ഒരാളാണ്. അയാൾക്ക് ചൈനയിൽ തന്നെ ഡ്രഗ്സിന്റെ വലിയ ബിസിനസ് തന്നെയുണ്ട്. അയാളുടെ കീഴിൽ തന്നെ 100 കണക്കിന് ആളുകൾ വർക്ക് ചെയ്യുന്നുമുണ്ട്. അപ്പോൾ ലീക്ക് പകരം നാളെ 8 മണിക്ക് പാർക്ക് എന്ന് പറഞ്ഞ ഒരുത്തനാണ് റാക്കിന്റെ കൂടെ ആ ചൈനക്കാരനെ മീറ്റ് ചെയ്യാൻ പോകുന്നത്. പാർക്ക് ഇതുവരെ ആ ചൈനക്കാരനെ നേരിട്ട് കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഹീറോ ഒരു പ്ലാൻ ഇടുന്നു. അതുകൊണ്ട് റാക്കിന്റെ കൂടെ ഹീറോയും ആ ഹോട്ടലിൽ 8 മണിക്ക് പോകാമെന്നുള്ള പ്ലാൻ. ശേഷം 8 മണിക്കുള്ള ഡീൽ 9 മണിക്കാണെന്ന് റാക്കിനെ കൊണ്ട് പാർക്കിനെ വിളിപ്പിച്ചിട്ട് കള്ളം പറയിക്കുന്നു. എന്നിട്ട് താനാണ് പാർക്ക് എന്നുള്ള രീതിയിൽ റാക്കിന്റെ കൂടെ ആ ചൈനക്കാരനെ കാണാൻ പോകാനാണ് ഹീറോയുടെ പ്ലാൻ. അങ്ങനെ അവിടുന്ന് കേട്ടായിട്ട് അടുത്ത സീനിൽ പിറ്റേ ദിവസം അവർ ആ ചൈനക്കാരനെ കാണാൻ പോകുന്നു. അയാളാണെങ്കിൽ അയാളുടെ കൂടെയുള്ള ഒരുത്തനെ അടിച്ച് പഞ്ഞിക്കിട്ടിട്ടുള്ള ഇരിപ്പിലായിരിക്കും. പ്രത്യേകിച്ച് അങ്ങനെ വലിയ റീസൺ ഒന്നും ഉണ്ടാകില്ല. അവനിങ്ങനെ പ്രാന്ത് വരുമ്പോൾ ഓരോരുത്തരെയും ഇങ്ങനെ ഉപദ്രവിക്കും. കൂടെ അവന്റെ ഗേൾ ഫ്രണ്ടും ഉണ്ട്. രണ്ടും സൈക്കോകളാണ്. ഹീറോയെ കണ്ടതും ചൈനക്കാരൻ നീയാണോ ലീ എന്ന് ചോദിക്കുമ്പോൾ അല്ല എന്ന് ഹീറോ പറയുന്നു. ലീ എവിടെ? ഞാൻ അവനെ കാണാൻ വേണ്ടിയാണ് ഇവിടം വരെ വന്നത്. സാധാരണ ഞാൻ എവിടെയും പോകാത്ത ഒരാളാണ്. ഇന്ന് അവനെ കാണാനാണ് ഞാൻ ഈ സോളിൽ വന്നത് തന്നെ. ബോസ് അടുത്ത തവണ എന്തായാലും വരുമെന്നായിരിക്കും ഹീറോ ഉത്തരം പറയുക. ശേഷം അവർ ലൈക്ക് എന്ന ലീയുടെ ഡ്രഗ് സാമ്പിൾ അയാൾക്ക് കൈമാറുന്നു. അത് അവനും അവന്റെ ഗേൾഫ്രണ്ടും കൂടി ഒരുതരം ആർത്തിയോട് വലിച്ചു കയറ്റുന്നുണ്ട്. അങ്ങനെ അതിന്റെ എഫക്റ്റിൽ അവരെന്തൊക്കെയോ അവിടുന്ന് കാണിച്ചു കൂട്ടുകയാണ്. അപ്പൊ ഹീറോ ഇത് ഉപയോഗിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഇത് ഓക്കെ ആണെങ്കിൽ നിങ്ങളിൽ ഒരാളെ ഇന്ന് വിളിക്കും. അതിനിടയിൽ നിങ്ങൾ എന്തേലും വേണ്ടാത്ത പണി ഒപ്പിച്ചാൽ രണ്ടിനെയും ഞാൻ തീർക്കുമെന്ന് അവൻ പറയുന്നു. അങ്ങനെ അവനും അവന്റെ കൂടെ ഉള്ളവളും ഡ്രഗ്സിന്റെ എഫക്റ്റ് കൊണ്ട് ആകെ കിളിപോയ പോലെ പോയിട്ടുണ്ടാകും. ശേഷം ഹീറോ റാക്കിനെയും കൂട്ടിയിട്ട് അതേ ഹോട്ടലിലെ വേറൊരു റൂമിലേക്ക് പോകുന്നു. അതായത് ഇന്ന് 9 മണിക്കാണല്ലോ പാർക്കിനോട് ഡീലിന്റെ ടൈം പറഞ്ഞിട്ടുള്ളത്. അപ്പൊ പാർക്ക് വന്നു കഴിഞ്ഞാൽ ആ ചൈനക്കാരനായിട്ട് അഭിനയിക്കാൻ വേണ്ടിയാണ് ഹീറോയുടെ അടുത്ത പ്ലാൻ. അപ്പോഴേക്കും പാർക്ക് ആ ഹോട്ടലിന്റെ പുറത്തെത്തുന്നു. അങ്ങനെ റാക്ക് പാർക്കിനെയും കൂട്ടിയിട്ട് ഹീറോയുടെ അടുത്തേക്ക് കൊണ്ടുപോകുന്നു. പാർക്കാണെങ്കിൽ ആളൊരു നാറിയാണ്. അവസരം കിട്ടുമ്പോഴൊക്കെ അവൻ റാക്കിനിട്ട് നല്ലോണം കൊടുക്കാറുണ്ട്. പാർക്ക് അവനോട് നിന്റെ അമ്മ മരിച്ചല്ലേ, നോക്ക് ഈ ഡീല് നമുക്ക് അത്രയും ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ട് നീ ഈ സാഹചര്യത്തിൽ ലീയോട് പകവീട്ടാൻ നിൽക്കേണ്ട എന്നൊക്കെ പറയുന്നു. അപ്പോഴേക്കും ഡോങ്വു എന്ന് പറഞ്ഞ ഹീറോയുടെ കൂടെയുള്ള ഒരുത്തൻ റൂം മുഴുവനും ക്യാമറയൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ടാകും. അന്നേരം വേറൊരു ഓഫീസർ ഇവനോട് വേഗം പുറത്തേക്ക് ഇറങ്ങാൻ നോക്ക്, റാക്ക് ഇപ്പോ പാർക്കിനെയും കൂട്ടിയിട്ട് വരുമെന്ന് പറയുന്നു. ഇവിടെ ഹീറോ ആണെങ്കിൽ ആ ചൈനക്കാരനെ പോലെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് പാർക്കിനെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഹീറോയുടെ ഗേൾഫ്രണ്ട് ആയിട്ട് ആ ലേഡി ഓഫീസറും അവിടെ അടുത്തുണ്ട്. ഡോങ്വു പുറത്തേക്ക് ഇറങ്ങാൻ നോക്കുമ്പോഴേക്കും റാക്ക് പാർക്കിനെയും കൂട്ടിയിട്ട് അകത്തേക്ക് കയറുന്നു. അത് കണ്ട ഡോങ്വു ഹീറോയോട് ഞാനിപ്പോ എവിടെ ഒളിക്കുമെന്ന് ചോദിക്കുമ്പോഴേക്കും പാർക്കിന് ഇവരെ സംശയം വരണ്ട എന്ന് കരുതി ഹീറോ ഡോങ്വുവിന്റെ മുഖത്ത് അവന്റെ കയ്യിലുണ്ടായിരുന്ന ഗ്ലാസ് കൊണ്ട് അടിച്ചു വീഴ്ത്തുന്നു. എന്നിട്ട് ഹീറോ ചൈനക്കാരൻ അവനോട് ചോദിച്ചതുപോലെ തന്നെ പാർക്കിനോട് മിസ്റ്റർ ലീ എവിടെ എന്ന് ചോദിക്കുന്നു. ആദ്യം ഞാൻ, പിന്നീടാണ് മിസ്റ്റർ ലീ വരിക എന്ന് പാർക്ക് പറയുന്നു. ശേഷം പാർക്ക് ഹീറോയ്ക്ക് ലൈക്ക കൈമാറുന്നു. ഇവനാണെങ്കിൽ ഈ ഡ്രഗ് അടിച്ച് ശീലമില്ലാത്തതാണല്ലോ. പിന്നെ പാർക്കിന് സംശയം വരാതിരിക്കാൻ വേണ്ടി വേറെ വഴിയില്ലാത്തത് കൊണ്ട് ഹീറോ ആ ഡ്രഗ് അവിടെ വെച്ച് തന്നെ അടിക്കുന്നു. ശേഷം അതിന്റെ എഫക്റ്റിൽ പാർക്കിനിട്ടൊന്ന് പൊട്ടിച്ചിട്ട് എവിടെയാടാ ലീ, എനിക്ക് അവനെ കണ്ടേ തീരൂ, അടുത്ത തവണ അവനെ കണ്ടില്ലെങ്കിൽ പിന്നെ നിന്നെയൊന്നും ഞാൻ ബാക്കി വെച്ചേക്കില്ല എന്ന് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ഓടി നേരെ ബാത്റൂമിലേക്ക് കയറുന്നു. ഹീറോ പോയതിനു ശേഷം പാർക്ക് റാക്കിനോട് ഈ ഇടപാടെങ്ങാനും നടന്നില്ലെങ്കിൽ നിന്നെ ഞാൻ അങ്ങ് തീർക്കുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നു. ഇവിടെ ഹീറോക്കാണെങ്കിൽ ഡ്രഗിന്റെ എഫക്റ്റിൽ ആകെ ഒന്നും പിടികിട്ടാത്ത അവസ്ഥയിലായിരിക്കും. അപ്പോഴേക്കും അവന്റെ കൂടെയുള്ള ഓഫീസേഴ്സ് എല്ലാവരും അവിടെ എത്തുന്നു. എന്നിട്ട് ഡ്രഗ് കഴിച്ച് ഓവർഡോസ് ആയതുകൊണ്ട് തന്നെ ബോഡി ടെമ്പറേച്ചർ കുറക്കാൻ വേണ്ടിയിട്ട് അവർ ഹീറോയെ ബാർഡബിൾ ഇട്ടിട്ട് ഐസ് ക്യൂബ് ഇടുന്നു. അന്നേരം ഹീറോക്ക് കൊല്ലപ്പെട്ട സൂങ്ജൂങ് ഇല്ലേ, അവൾ ഇവന്റെ അടുത്ത് വരുന്നതായിട്ടൊക്കെ ഹാലൂസിനേറ്റഡ് ആകുന്നുണ്ട്. അപ്പോഴേക്കും റാക്ക് അവിടെ വന്ന് ഹീറോയെ ബാർഡബിൽ നിന്നും പുറത്തെടുത്ത് നലോത്സവം കൊണ്ട് കഴുത്തിൽ കുത്തുന്നു.
അങ്ങനെ അല്പനേരത്തിന് ശേഷം ഹീറോയുടെ ബോധം തെളിയുന്നു. അങ്ങനെ അവിടുന്ന് കേട്ടായിട്ട് അടുത്ത സീനിൽ ഡീലിന് സമ്മതമാണെന്നും റോ മെറ്റീരിയൽസ് 7-ാം തീയതി വൈകുന്നേരം 6 മണിക്ക് അവിടെ അടുത്തുള്ള പോർട്ടിൽ വെച്ച് തരാമെന്ന് പറഞ്ഞ് ചൈനക്കാരന്റെ മെസ്സേജ് ഇവർക്ക് വരുന്നു. അങ്ങനെ പിറ്റേ ദിവസം ചൈനക്കാരന്റെ ടീം അവർക്ക് വേണ്ടിയുള്ള റോ മെറ്റീരിയൽസ് കൈമാറുന്നു. ശേഷം ഹീറോ റാക്കിനോട് നിങ്ങളുടെ ഡ്രഗ് മാനുഫാക്ചർ ചെയ്യുന്ന ഫാക്ടറി കത്തിപ്പോയില്ലേ, പിന്നെങ്ങനെ ആ ചൈനക്കാരന് വേണ്ടിയുള്ള ഡ്രഗ് ഉണ്ടാക്കുമെന്ന് ചോദിക്കുന്നു. അതിന് വേറെ സീക്രട്ട് ആയിട്ടുള്ള ഒരു സാൾട്ട് ഫാക്ടറി ഉണ്ട്, അവിടെയാണ് മെയിൻ ആയിട്ടുള്ള ഹൈ ക്വാളിറ്റി ഡ്രഗ്സ് ഒക്കെ ഉണ്ടാക്കുന്നത്. അവിടെ അത് ഉണ്ടാക്കുന്നത് 2 പേരാണ്, രണ്ടിനും കാഞ്ഞ ബുദ്ധിയാണ്. പക്ഷേ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവർ 2 പേരും ഊമകളാണ്. നേരത്തെ ഹീറോയുടെ ഓഫീസിൽ ഒരു സ്ത്രീ വന്നിട്ടുണ്ടായിരുന്നില്ലേ, ആ ലീയുടെ അണ്ടറിൽ വർക്ക് ചെയ്യുന്ന. അപ്പൊ ആ സ്ത്രീ ഇവരുടെ വേറെ ഫാക്ടറി തീ പിടിച്ചതിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. ആ തീപിടുത്തത്തിൽ റാക്ക് ഇപ്പൊ പറഞ്ഞ 2 പേരിൽ ഒരാളുടെ കൈപ്പത്തി നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. തുടർന്ന് ഹീറോയും അവന്റെ ടീമും റാക്ക് ഇപ്പൊ പറഞ്ഞ ആ 2 പേർ അറിയാതെ ആ സാൾട്ട് ഫാക്ടറിയുടെ അടുത്തായിട്ട് ക്യാമ്പ് സെറ്റ് ചെയ്യുന്നു. അങ്ങനെ അവിടുന്ന് കേട്ടിട്ട് അടുത്ത സീനിൽ അപ്പോഴേക്കും ആ സൈൻ ലാംഗ്വേജ് ഇന്റർപ്രറ്ററായ ഒരു സ്ത്രീ അവിടെ എത്തുന്നു. കാരണം ആ ഫാക്ടറിയിലെ 2 പേർ എന്താ റാക്കിനോട് സംസാരിക്കുന്നത് എന്ന് അറിയണമല്ലോ. കൂടാതെ അവിടുത്തെ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് റാക്കിന്റെ ഷർട്ടിലെ ബട്ടണിൽ അവരൊരു ക്യാമറയും ഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നീട് റാക്ക് അവർ 2 പേരുടെയും അടുത്തേക്ക് പോകുന്നു. അവർ സംസാരിക്കുന്നത് എന്താണെന്ന് ഈ സ്ത്രീ ഹീറോയോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. റാക്ക് അവരോട് ഇങ്ങനെ ആ ചൈനക്കാരന് വേണ്ടി ഡ്രഗ് ഉണ്ടാക്കാൻ വേണ്ടി വന്നതാണ് ഇവിടെയെന്നും 2 ദിവസത്തിനകം പെട്ടെന്ന് തന്നെ എല്ലാം റെഡിയാക്കണമെന്നും പറയുന്നു. എന്നാൽ ഇതിൽ ഒരുപാട് റോ മെറ്റീരിയൽസ് ഉള്ളത് കൊണ്ട് തന്നെ അവർ ആദ്യം അതിന് സമ്മതിക്കില്ല. കാരണം ഇത് ഉണ്ടാക്കാൻ നല്ല സമയം വേണം. അവസാനം റാക്കിന്റെ നിർബന്ധത്തിന് വഴങ്ങി അവർ അതിന് സമ്മതിക്കുന്നു. ഇവർക്ക് റാക്കിന് നല്ല കാര്യമാണ്. അങ്ങനെ റാക്കിന് അവർ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അപ്പം റാക്ക് അവന്റെ അമ്മ ഈ മരിച്ച കാര്യങ്ങളൊക്കെ അവരോട് പറയുന്നു. അങ്ങനെ അവിടുന്ന് കേട്ടായിട്ട് അടുത്ത സീനിൽ റാക്ക് ഒഴികെ മറ്റ് 2 പേരും ഡ്രഗ് അടിച്ചുകൊണ്ട് തന്നെ ഡ്രഗ് ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങുന്നു. റാക്ക് ഈ ഡ്രഗ് ഡീലിംഗ് ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിലും അവൻ പൊതുവെ ഇതൊന്നും ഉപയോഗിക്കാറില്ല. മറ്റ് 2 പേരും ആകട്ടെ രാവും പകലും നിർത്താതെ ഡ്രഗ് ഉണ്ടാക്കുന്ന തിരക്കിലായിരിക്കും. ഇതൊക്കെ കണ്ട് ഹീറോയുടെ കൂട്ടത്തിലുണ്ടായ ഒരുത്തൻ ഇവരെന്താ റോബോട്ടുകളാണോ, എന്നാലും ഇതെങ്ങനെ ഒരു തരി ക്ഷീണം പോലും ഇല്ലാതെ ഇവന്മാർ നിർത്താതെ 30 മണിക്കൂറൊക്കെ വർക്ക് ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പോൾ കൂട്ടത്തിലെ വേറെ ഒരുത്തൻ അവർ അടിച്ചിരിക്കുന്നത് മയക്കുമരുന്നാണ്, നമ്മളാണെങ്കിൽ ചായയും. ആ സമയം ഡോങ്വു വന്നിട്ട് നേരത്തെ മരിച്ച ലീയുടെ കൂടെയുള്ള ആ സ്ത്രീ ഇല്ലേ, അപ്പോ അവരുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നിട്ടുണ്ട്. അവർ മരുന്ന് മാറി കഴിച്ചത് കൊണ്ടാണ് മരിച്ചത്. BP കുറയ്ക്കേണ്ട മരുന്നിന് പകരം അവർ കഴിച്ചത് അത് കൂട്ടേണ്ട മരുന്നായിരുന്നു. അങ്ങനെ ഡയബറ്റിക് ഷോക്ക് വന്നാണ് അവർ മരിച്ചതെന്ന് പറയുന്നു. അപ്പോ ആ സ്ത്രീക്കാരും മരുന്ന് മാറ്റി കൊടുത്തതാണ്. അവരുടെ ആ ഡ്രൈവറിനെയും ചോദ്യം ചെയ്തു, നുണപരിശോധനയും നടത്തി. പക്ഷെ അയാൾക്കെതിരെ ഒരു തെളിവും കിട്ടിയിട്ടില്ല. അതേസമയം ഇവരുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആ ലേഡി ഓഫീസർ വന്നിട്ട് റാക്കിന്റെ റൂമിൽ നിന്ന് കിട്ടിയ അവന്റെ തന്നെ ഡീറ്റെയിൽസ് ഹീറോയ്ക്ക് കൈമാറുന്നു. അപ്പോ അതിലൊരു ഫോട്ടോ ഉണ്ടാകും. ശേഷം ഹീറോ ആ ഫോട്ടോ എടുത്ത് നേരെ റാക്കിനെ കാണിക്കുന്നു. അപ്പൊ അതിൽ ഒരു കുട്ടിയും അവന്റെ പേരൻസും ആയിരിക്കും ഉണ്ടാവുക. ഹീറോ ഇതാരാണെന്ന് അവനോട് ചോദിക്കുന്നു. ഇത് ഞാനല്ല, പക്ഷെ ഇത് ഞാനാണെന്ന് അവൻ അവിടെയും ഇവിടെയും തൊടാത്ത രീതിയിൽ പറയുന്നു. ഇത് കേട്ട് ഹീറോക്കൊന്നും മനസ്സിലാകില്ല. എല്ലാ മാസവും ഒരു ഫ്രൂട്ട് കണ്ടെയ്നർ ഞങ്ങളുടെ ഫാക്ടറിയിലേക്ക് വരാറുണ്ട്. പക്ഷെ ആ ഫ്രൂട്ടിന്റെ അകത്ത് ശരിക്കും ഡ്രഗ്സ് ആയിരുന്നു. അപ്പോ ഒരു ദിവസം ആ കണ്ടെയ്നറിൽ ഒരു കുട്ടി ഉണ്ടായിരുന്നു. ശരിക്കും ഇവനല്ല റാക്ക്, ആ കുട്ടിയായിരുന്നു റാക്ക്. റാക്ക് പണ്ട് ഫാക്ടറിയിലേക്ക് സാധനങ്ങൾ കൊണ്ടുവരുന്ന ട്രക്ക് ഇടിച്ചിട്ടാണ് മരിച്ചത്. അപ്പൊ ആ കുട്ടിയുടെ ബോഡി അവിടെ ഉള്ളവരെല്ലാവരും ചേർന്ന് സീക്രട്ടായിട്ട് കത്തിച്ചു കളഞ്ഞു. കാരണം പുറത്തിറങ്ങി കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നമാകുമല്ലോ. ശേഷം ആ റാക്കിന്റെ ഐഡന്റിറ്റി ഇവൻ അവർ ചാർത്തി കൊടുത്തു. പിന്നെ ആ റാക്കിന് പകരം ഇവനാണ് അവന്റെ സ്കൂളിൽ പഠിക്കാനൊക്കെ പോയത്. ഇവരിങ്ങനെ സംസാരിക്കുന്ന സമയത്ത് അവിടെ കുറച്ച് വണ്ടികൾ വരുന്നുണ്ട്. അപ്പൊ ഇതാര് വരാനാ എന്ന് വിചാരിച്ച് ഹീറോ റാക്കിനോട് അത് ആരാണെന്ന് ചോദിക്കുന്നു. അപ്പൊ അവനും അത് ആരാണെന്ന് അറിയില്ല. ശേഷം ഹീറോ ഒരു കാര്യം ചെയ്യ്, നീ വേഗം അവിടെ പോ. പിന്നെ നിന്റെ മേലെ എപ്പോഴും എന്റെ ഒരു കണ്ണുണ്ടാകുമെന്ന് കൂടി ഹീറോ അവനെ ഓർമ്മപ്പെടുത്തുന്നു. അപ്പൊ അതിലൊരു വണ്ടിയിൽ പാർക്കായിരിക്കും ഉണ്ടാവുക. വേറൊരു വണ്ടിയിൽ കുറെ ഗാർഡ്സ് ഒക്കെ ആയിട്ട് വേറെ ഒരുത്തനും ഇറങ്ങുന്നുണ്ട്. അപ്പൊ ഏതോ വലിയ പുള്ളിയാണെന്ന് ഹീറോക്ക് മനസ്സിലാക്കുന്നു. അപ്പൊ അവന്റെ പേരാണ് ബ്രയാൻ റാക്കിനോട് നിന്റെ അമ്മ മരിച്ചതിൽ നിനക്ക് ഭയങ്കര സങ്കടമുണ്ടെന്ന് എനിക്കറിയാം. നീ തൽക്കാലം ഇങ്ങോട്ടൊന്നും ചോദിക്കണ്ട എന്ന് പറഞ്ഞ് അവന് കുറച്ച് പൈസയൊക്കെ കൊടുക്കുന്നുണ്ട്. നിനക്കിപ്പോ സംശയം തോന്നുന്നുണ്ടാകാം. കുഴപ്പമില്ല, ഞാൻ നിന്നെ ഒരിക്കലും കൈവിടില്ല, നിനക്കെന്നെ ആശ്രയിക്കാം. അപ്പൊ പൈസ കൊടുത്തത് കണ്ട് റാക്ക് ഇത് മിസ്റ്റർ ലീ തന്നതാണോ, അയാൾക്ക് എന്നെ അറിയാമോ എന്ന് ചോദിക്കുന്നു. എന്നാൽ അതിനൊന്നും മറുപടി പറയാതെ ബ്രയാൻ അവിടുന്ന് പോകുന്നു. ഈ ബ്രയാൻ ഇവരുടെ ഡ്രഗ് മാഫിയ ലീഡറാണ്. തിരിച്ചൊന്നും ചോദിക്കണ്ട എന്ന് ബ്രയാൻ പറഞ്ഞിട്ടും പിന്നെ റാക്ക് ചോദിച്ചത് കൊണ്ട് പാർക്ക് അതിന്റെ ദേഷ്യത്തിൽ റാക്കിനെ എടുത്തിട്ട് അടിക്കുന്നുണ്ട്. അവിടുന്ന് കേട്ടായിട്ട് അടുത്ത സീനിൽ ബ്രയാൻ പാർക്കിനെ വിളിച്ചിട്ട് ആ റാക്കിനെ ഈ ഇടപാടിൽ നിന്ന് ഒഴിവാക്കിയേക്ക്,
നമുക്ക് അവനില്ലാതെ ഈ ബിസിനസ് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്ന് പറയുന്നു. അത് കേട്ട് പാർക്ക്, പക്ഷേ അവനാണ് ഈ ഡീലൊക്കെ ഹാൻഡിൽ ചെയ്യുന്നത്, അതുകൊണ്ട് അവനെ പെട്ടെന്നങ്ങ് വിടാൻ പറ്റില്ല എന്ന് പറയുന്നു. എന്നാൽ അതൊന്നും ബ്രാൻ മൈൻഡ് ചെയ്യില്ല. ഞാൻ പറയുന്നത് നീ അങ്ങ് കേട്ടാ മതി എന്ന് പറയുന്നു. ഒരു ഭാഗത്ത് ഹീറോക്കും അവന്റെ ടീമിനും ഈ ബ്രാൻഡ് ഡീറ്റെയിൽസ് കിട്ടുന്നു. അപ്പോ നേരത്തെ മരിച്ച ആ ഷിപ്പിംഗ് കമ്പനിയിലെ CEO ഇല്ലേ, അയാളുടെ രണ്ടാമത്തെ മകനാണ് അവൻ പണ്ട് പാസ്റ്റർ ആകാൻ വേണ്ടിയിട്ട് കാനഡയിൽ പോയി പഠിച്ചിട്ടുണ്ടായിരുന്നു. 5 വർഷം മുമ്പ് അവിടുത്തെ വിശ്വാസികൾക്ക് കൊക്കൈൻ കൊടുത്തത് കൊണ്ട് അവനെ അവിടുന്ന് പുറത്താക്കി. അവന്റെ അച്ഛൻ ബാക്കിയുള്ള ഇവന്റെ സഹോദരന്മാർക്കൊക്കെ അയാളുടെ തന്നെ കമ്പനിയിൽ നല്ല പൊസിഷൻ കൊടുത്തു. എന്നാൽ ഇവന്റെ കയ്യിലിരിപ്പ് കാരണം അയാൾ ഇവനെ പുറത്താക്കി, സത്യം പറഞ്ഞാൽ എഴുതി തള്ളിയതുപോലെ. അപ്പോ അയാളുടെ മരണത്തിന് കാരണം ഈ ബ്രയാൻ ആണോ എന്ന് ഹീറോയ്ക്ക് ഡൗട്ട് വരുന്നുണ്ട്. അങ്ങനെ അവനെപ്പറ്റി കൂടുതൽ അറിയാൻ ഹീറോ ഗൂഗിൾ നോക്കുന്ന സമയത്ത് അവന്റെ കാർട്ടൽ റെപ്രസെന്റ് ചെയ്യുന്ന ഇൻഫിനിറ്റിയുടെ ലോഗോ ഹീറോ കാണുന്നു. സിനിമയുടെ സ്റ്റാർട്ടിങ്ങിൽ ഹീറോയുടെ കൂടെ ഉണ്ടായ സൂങ് ജു മരിക്കുന്നതിന് മുമ്പ് 8 എന്ന് എഴുതി ഹീറോക്ക് കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ, അപ്പൊ അത് 8 എന്നുള്ളത് ഇൻഫിനിറ്റി ആണെന്ന് ഹീറോക്ക് മനസ്സിലാകുന്നു. അങ്ങനെ അവിടുന്ന് കേട്ടായിട്ട് അടുത്ത സീനിൽ പാർക്ക് ബ്രയാനെ കാണാൻ അവന്റെ ഓഫീസിലേക്ക് പോകുന്നു. എന്നിട്ട് റാക്കിനെ ഈ ഇടപാടിൽ നിന്ന് ഒഴിവാക്കരുത്, നമുക്ക് അവൻ ഇപ്പൊ ആവശ്യമാണ്, ആ ചൈനക്കാരനാണെങ്കിൽ അവനെ മാത്രമേ വിശ്വാസമുള്ളൂ എന്നൊക്കെ പറയുന്നു. അപ്പൊ ബ്രയാൻ, നിന്നോട് ഞാൻ എത്ര തവണ പറഞ്ഞിട്ടുണ്ട് എന്റെ ഓഫീസിൽ വന്നിട്ട് എന്നെ മീറ്റ് ചെയ്യരുതെന്ന് പറഞ്ഞ് അവനെ അടിച്ച് അച്ചാറാക്കുന്നു. അങ്ങനെ അവിടുന്ന് കേട്ടായിട്ട് പിറ്റേ ദിവസം ആ 2 പേര് മയക്കുമരുന്ന് ഉണ്ടാക്കിയതിനു ശേഷം റാക്കിന് കൈമാറുന്നു. അപ്പോ ഇനി ആ ചൈനക്കാരൻ ഇത് കൊടുക്കണമല്ലോ. ആ ചൈനക്കാരനാണെങ്കിൽ നാളെ വരാനാണ് ഇവരോട് പറഞ്ഞത്. അപ്പോൾ ഡീല് നടക്കുമ്പോൾ ലീ ഉണ്ടാകുമെന്നാണല്ലോ പാർക്ക് അന്ന് പറഞ്ഞത്. അങ്ങനെ ഇന്ന് ഡീല് നടത്താൻ ഇവർ തീരുമാനിക്കുന്നു. ഏത് ഹീറോ ആ ചൈനക്കാരനെ പോലെ നിന്നിട്ട് ലീയെ പിടിക്കാൻ വേണ്ടി. അങ്ങനെ മിസ്റ്റർ ലീയെ പിടിച്ചാൽ ഉടനെ തന്നെ ആ ഫാക്ടറിയിലുള്ള 2 പേരെയും അറസ്റ്റ് ചെയ്യണം. സോ കുറച്ചു പേർ ഇവിടെ നിൽക്കണമെന്ന് ഹീറോ പറയുന്നു. എന്നിട്ട് ഡീലിങ്ങിന് വേണ്ടി ഹീറോ ഡൂക്ക് എന്ന് പറഞ്ഞ ഒരുത്തനെയും അവരുടെ കൂടെ കൂട്ടുന്നു. അങ്ങനെ അവിടുന്ന് കേട്ടായിട്ട് അടുത്ത സീനിൽ ബ്രയാൻ ആരാണെന്ന് റാക്കിനോട് ഹീറോ ചോദിക്കുമ്പോൾ, ഞാൻ അയാളെ കുറിച്ച് കേട്ടിട്ട് മാത്രമേ ഉള്ളൂ, ആദ്യമായിട്ടാണ് അയാളെ കാണുന്നേ എന്ന് പറയുന്നു. അതേസമയം നാളെ ഡീല് നടത്താമെന്ന് പറഞ്ഞ ചൈനക്കാരൻ അയാളുടെ ആളെയും കൂട്ടിയിട്ട് അവിടെ എത്തുന്നു. അല്ല, ഇവരെന്താ ഇന്ന് വന്നതെന്ന് ഹീറോക്ക് മനസ്സിലാകില്ല. സംഭവം ഹീറോയുടെ വണ്ടിയിൽ ആ ചൈനക്കാരൻ ഹീറോ ഉടായിപ്പാണോ എന്ന് അറിയാൻ വേണ്ടി GPS ഡിവൈസ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് വെച്ചാണ് അവർ ഇവിടെ വരെ എത്തിയത്. അങ്ങനെ ഇവർ 3 പേരെയും പിടിച്ചിട്ട് ചൈനക്കാരൻ അയാളുടെ സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നു. എന്നിട്ട്, നമ്മൾ നാളെയല്ലേ ഡീല് നടത്താമെന്ന് പറഞ്ഞത്, പിന്നെ നീയൊക്കെ എവിടെയാ ആ മയക്കുമരുന്നും എടുത്ത് പോകുന്നേ എന്ന് ചോദിക്കുന്നു. അല്ല, ഈ മയക്കുമരുന്നൊക്കെ മിസ്റ്റർ ലീക്ക് ചെക്ക് ചെയ്യേണ്ടതുണ്ട്, അപ്പൊ അത് കാണിക്കാൻ വേണ്ടി പോകുന്നതാണെന്ന് ഹീറോ പറയുന്നു. അന്നേരം ഇയാൾ ഡൂക്കിനെ ഉദ്ദേശിച്ചുകൊണ്ട് ഇവനല്ലേ മിസ്റ്റർ ലീ എന്ന് ചോദിക്കുമ്പോൾ ഹീറോ അല്ല എന്ന് പറയുന്നു. ഓ, ഇവൻ ലീ അല്ലായിരിക്കും, പക്ഷെ നീ പോലീസാണെന്ന് പറയുന്നു. അപ്പൊ ഇവൻ ഇതെല്ലാം മനസ്സിലാക്കി. അതും പറഞ്ഞ് ഡൂക്കിനെ ഓൺ ദ സ്പോട്ടിൽ ഷൂട്ട് ചെയ്തു കൊല്ലുന്നു. മറുഭാഗത്ത് ഹീറോയും റാക്കും ഡൂക്കും പോയ ട്രക്ക് തിരിച്ച് സാൾട്ട് ഫാക്ടറിയിൽ വരുന്നത് ഇവിടുത്തെ പോലീസുകാർ കാണാൻ ഇടയാകുന്നു. അല്ല, ഇതെന്താ പോയ വണ്ടി തിരിച്ചു വന്നതെന്ന് ഇവർക്ക് മനസ്സിലാകില്ല. കൂടാതെ ആ വണ്ടിയിൽ ആ ചൈനക്കാരന്റെ ആളുകളുമുണ്ട്. അവർ നേരെ ആ ഫാക്ടറിന്റെ അകത്തേക്കാണ് പോകുന്നത്. സംഭവം വേറെ ഒന്നിനുമല്ല, അവിടുത്തെ മയക്കുമരുന്നൊക്കെ അടിച്ചു മാറ്റാൻ വേണ്ടി. എന്തോ പന്തിയേടുണ്ടെന്ന് ഇവർക്ക് മനസ്സിലാകുന്നുണ്ട്. അതേസമയം വേറൊരു ഭാഗത്ത് ആ ചൈനക്കാരൻ ഹീറോയോട്, ഞാൻ നിന്നെ പെട്ടെന്ന് കൊല്ലില്ല, കുറച്ച് കഴിയട്ടെ എന്ന് പറയുന്നു. അത് കേട്ട് ഹീറോ, ഞാൻ പറയുന്നതൊന്ന് നിങ്ങൾ കേൾക്ക്, ഞാൻ ശരിക്കും നിങ്ങളെ രക്ഷിക്കാനാണ് ഇങ്ങോട്ടേക്ക് വന്നതെന്ന് പറയുന്നു. പക്ഷേ ഇവന് ഹീറോ എന്താ പറയുന്നതെന്ന് മനസ്സിലാകില്ല. നീ എന്താ ഈ പറയുന്നതെന്ന് പറയുമ്പോൾ ഹീറോ വീണ്ടും പറഞ്ഞ കാര്യം തന്നെ പറയുന്നു. ശേഷം ഹീറോ അവന്റെ കയ്യിലുണ്ടായ എന്തോ മൂർച്ചയുള്ള സാധനം കൊണ്ട് അവിടെ അടുത്തുള്ളവന്റെ കാലിന് കുത്തുന്നു. പിന്നെ മുഴുവനും ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ട് ഷൂട്ട് ചെയ്യലായിരിക്കും. വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ബോഡി ആർമർ വെച്ചത് കൊണ്ട് തന്നെ ഡൂക്കിന് ഒന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല, അവൻ മരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഹീറോ ഓരോരുത്തരെയും അവന്റെ ഗണ്ണ് കൊണ്ട് ഷൂട്ട് ചെയ്ത് കൊല്ലുന്നുണ്ട്. മറുഭാഗത്ത് സാൾട്ട് ഫാക്ടറിയിൽ എന്താ നടക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഡോങ്വുവും കൂടെ വേറെ ഒരുത്തനും പോയി നോക്കുന്നു. അപ്പൊ ഇവർ കയറി നോക്കുമ്പോൾ കാണുന്നത് നേരത്തെ ഇങ്ങോട്ടേക്ക് കയറിയ ആ ചൈനക്കാരന്റെ ആളുകളൊക്കെ ആ 2 പിള്ളേർ കൊന്നതായിരിക്കും. അങ്ങനെ ഡോങ്വു മെല്ലെ മുമ്പോട്ട് പോയി നോക്കുമ്പോൾ ഉണ്ടാകും അവിടെ ബോംബ്. അത് ഓൺ ദ സ്പോട്ടിൽ പൊട്ടിത്തെറിക്കുന്നു, അവൻ മരിക്കുന്നു. ഇവിടെ ഹീറോയുമായ ചൈനക്കാരനും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒടുക്കത്തെ ഫൈറ്റ് ആയിരിക്കും. ശേഷം ഹീറോയെ അവിടെയുള്ള ഡംബൽ എടുത്ത് അയാൾ അടിക്കാൻ നോക്കുമ്പോഴേക്കും റാക്ക് അയാളെ പിറകിൽ നിന്ന് ഷൂട്ട് ചെയ്ത് കൊല്ലുന്നു. ശേഷം ഹീറോയും റാക്കും അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങുന്നു. അപ്പൊ ഇവർ മിസ്റ്റർ ലിയോട് ഇന്നാണല്ലോ ഡീൽ പറഞ്ഞത്. അങ്ങനെ അവർ ആ മയക്കുമരുന്ന് കൊടുക്കാൻ വേണ്ടിട്ട് പാർക്കിന്റെ അടുത്തേക്ക് പോകുന്നു. അപ്പോഴായിരിക്കും ആ ഫാക്ടറിയിൽ സ്ഫോടനം നടന്നതും ഡോങ്വു മരിച്ച കാര്യങ്ങളൊക്കെ ഹീറോയുടെ കൂടെയുള്ള ഓഫീസേഴ്സ് ഹീറോയെ വിളിച്ചു പറയുന്നേ. അത് കേട്ട് ഹീറോക്ക് കലി വരുന്നു. അവൻ റാക്കിനിട്ടൊന്ന് പൊട്ടിച്ചിട്ട്, നീ എന്തുകൊണ്ടാ ആ ഫാക്ടറിയിലെ പിള്ളേരുടെ അടുത്ത് വെപ്പൺസ് ഉള്ള കാര്യം എന്നെ അറിയിക്കാതിരുന്നത്,
അത് മുമ്പ് ഞങ്ങളുടെ ഫാക്ടറിയിൽ സ്ഫോടനം നടന്ന സമയത്ത് അതിലൊരാളുടെ കൈപ്പത്തി നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ലേ? അതിനുശേഷം തോക്കും മറ്റു ബോംബുകളും എല്ലാം സേഫ്റ്റിക്ക് വേണ്ടി അവർ സൂക്ഷിച്ചു വെക്കാറുണ്ടായിരുന്നു. പക്ഷേ ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയിട്ടില്ല അവർ ഇപ്പൊ അത് എടുത്ത് ഉപയോഗിക്കുമെന്ന് റാക്ക് പറയുന്നു. മറ്റൊരു ഭാഗത്ത് ഡീലിന്റെ സമയമായിട്ടും റാക്കിനെയും ഹീറോയും കാണാത്തത് കൊണ്ട് ദേഷ്യം വന്ന ബ്രയാൻ പാർക്കിനെ വിളിച്ച് അന്വേഷിക്കുന്നു. റാക്കിനാണ് എല്ലാത്തിന്റെയും ചുമതല. ഞാൻ നേരത്തെ ആ സാൾട്ട് ഫാക്ടറിയിൽ വിളിച്ചപ്പോൾ ആരും ഫോൺ എടുത്തില്ല. ഞാൻ എന്തായാലും ആ ഫാക്ടറിയിൽ പോയി നോക്കാമെന്ന് പറഞ്ഞ് പാർക്ക് വണ്ടി എടുത്ത് അവിടേക്ക് പോകുമ്പോഴുണ്ടാകും റാക്ക് അവിടെ നിൽക്കുന്നു. എന്നിട്ട് സോറി, വിചാരിച്ച സമയത്ത് ഇത് ഉണ്ടാക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞ് ആ മയക്കുമരുന്ന് അങ്ങ് കൈമാറുന്നു. ശേഷം റാക്ക് ഹീറോയോട് മയക്കുമരുന്ന് ഞാൻ പാർക്കിനങ്ങ് കൈമാറി, ഇനി ലീ ചെക്ക് ചെയ്തതിന് ശേഷം എന്നെ വിളിക്കും. സോറി, ഡോങ്വുവിന് സംഭവിച്ചതിൽ എനിക്ക് വിഷമമുണ്ട്. അങ്ങനെ സംഭവിക്കുമെന്ന് ഞാൻ കരുതിയില്ല എന്ന് ഇവൻ പറയുന്നു. അങ്ങനെ അവിടുന്ന് കട്ടായിട്ട് കുറച്ചു സമയം കഴിഞ്ഞ് റാക്കിന് വൈകിട്ട് 6 മണിക്ക് ടെർമിനലിൽ വെച്ച് മീറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ലീയുടെ മെസ്സേജ് വരുന്നു. അപ്പൊ ഹീറോ ആ ചൈനക്കാരനായിട്ട് റാക്കിന്റെ കൂടെ പോകാൻ നിൽക്കുകയാണ്. റാക്കിന് ഇപ്പോഴും കൂടെ കൂട്ടുന്നത് കണ്ട് ഡൂക്ക് ഹീറോയോട് ഇവൻ എന്തിനാ കൂടെ കൂട്ടുന്നേ? ഇവൻ കാരണമാണ് നമ്മളുടെ ഡോങ്വു മരിച്ചത്. പിന്നെ എന്തിനാ നമ്മൾ ഇവനെ വിശ്വസിക്കുന്നത് എന്ന് പറയുന്നു. പക്ഷെ ഹീറോക്കാണെങ്കിൽ വേറെ വഴിയില്ല, റാക്കിനെ കൂടെ കൊണ്ടുപോയേ പറ്റുള്ളൂ. കാരണം അവൻ മുഖേന മാത്രമേ ഇവർക്ക് ലീയുടെ അടുത്തേക്ക് എത്താൻ പറ്റുകയുള്ളൂ. അങ്ങനെ അവിടുന്ന് കട്ടായിട്ട് അടുത്ത സീനിൽ അവർ ലീയെ കാണാൻ വേണ്ടി റെഡിയാകുന്ന ടൈം റാക്ക് എല്ലാവരോടും നമ്മൾ ടെർമിനലിന്റെ അകത്ത് കയറി കഴിഞ്ഞാൽ അവർ നമ്മളെ മുഴുവനായിട്ട് ചെക്ക് ചെയ്യും. സോ നമുക്ക് മറ്റ് ഇലക്ട്രോണിക് സാധനങ്ങളോ വെപ്പൺസോ ഒന്നും അകത്തേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് നിർദ്ദേശം കൊടുക്കുന്നു. ശേഷം ഹീറോയും റാക്കും പോകുന്നു. ഹീറോയുടെ കൂടെ ആ ലേഡി ഓഫീസറും ഉണ്ട്. അപ്പൊ അവിടെ പാർക്കിനെ കൂടാതെ ബ്രയാനും കൂടി ഉണ്ടാകും. അന്നേരം ബ്രയാനും ഹീറോയോട് പാർക്കിന് റാക്കിനോട് എന്തോ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞ് പാർക്കിനോട് വേഗം നീ അത് തീർത്തിട്ട് വാ എന്ന് പറയുന്നു. റാക്കിനാണെങ്കിൽ പാർക്കിനി അവൻ എന്തേലും ചെയ്യുമോ എന്നുള്ള പേടിയായിരിക്കും. കാരണം പാർക്കിന്റെ സ്വഭാവം അങ്ങനെയാ. അങ്ങനെ അവിടുന്ന് കേട്ടായിട്ട് ശേഷം കാണിക്കുന്നത് അവരുടെ ഫാക്ടറിയൊക്കെ ഹീറോക്ക് കാണിച്ചു കൊടുക്കുന്ന ബ്രയാനെയാണ്. എന്നിട്ട് ഇവിടുത്തെ പണിക്കാർക്കൊക്കെ താൻ വർഷാവർഷം $1 മില്യൺ വെച്ചാണ് കൊടുക്കാറുള്ളതെന്ന് പറയുന്നു. അന്നേരം ഹീറോ അവനോട് റാക്കിനെ എവിടെയൊക്കെ കൊണ്ടുപോയത്, അവനെ കൊണ്ടുള്ള ഉപയോഗം നിങ്ങൾക്ക് മതിയായോ എന്ന് ചോദിക്കുന്നു. അപ്പൊ ഇവിടെ ഡീലിന് ശേഷം റാക്കിനെ തീർക്കാനായിരിക്കും ശരിക്കും പാർക്കിന്റെ പ്ലാൻ. അവൻ റാക്കിനെ ഒരു ചെയറിൽ കെട്ടിയിട്ട് എന്തോ ഇഞ്ചക്ഷൻ കുത്തിവെക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊക്കെ ചെയ്യാൻ പറഞ്ഞത് ലീ ആണെന്നാണോ നിന്റെ വിചാരം? നിന്നെ കൊല്ലണമെന്നുള്ളത് എന്റെ തീരുമാനമായിരുന്നടാ കോപ്പെ. ഇനി നീ വേദന തിന്ന് മരിക്കുമെന്ന് പാർക്ക് പറയുന്നു. മറുഭാഗത്ത് ഹീറോയോട് ബ്രയാൻ താനാണ് ലീ എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തുന്നു. അത് കേട്ട് ഹീറോ, നിനക്ക് നിന്റെ ഫാമിലിയുടെ ബിസിനസ് നോക്കി നടത്താനായിരുന്നില്ലേ താല്പര്യം? പക്ഷെ നിന്റെ തന്ത അതിന് സമ്മതിച്ചില്ല. അതുകൊണ്ടല്ലേ നീ അങ്ങേരെ കൊന്നു കളഞ്ഞതെന്ന് പറയുന്നു. നിർത്ത്, നീ പറഞ്ഞതല്പം കൂടിപ്പോയി. ആ സമയം ഒരു പെണ്ണ് മെഡിക്കൽ ട്രോളി എടുത്ത് അവിടേക്ക് വരുന്നു. ബ്രയാൻ അത് കണ്ട് അതെന്താ എന്ന് ചോദിക്കുമ്പോൾ ഇത് ലീ അയച്ചതാണെന്ന് ആ പെണ്ണ് പറയുന്നു. അപ്പൊ ഹീറോ ബ്രയാനോട് നീയാണ് ലീ എന്ന് ഇപ്പം പറഞ്ഞത്, നിനക്ക് തന്നെ അറിയില്ലേ നീ എന്താ അയച്ചതെന്ന്? അപ്പൊ ഇവൻ എന്തോ പരുങ്ങുന്നുണ്ടാകും. അങ്ങനെ അവർ അതെന്താണെന്ന് നോക്കുമ്പോൾ അതിനകത്ത് ആരുടെ കൈ ആയിരിക്കും ഉണ്ടാവുക. ആ കയ്യിൽ ഒരു ഫോണുമുണ്ട്. അപ്പൊ അതിലേക്ക് ലീ വിളിക്കുന്നുണ്ട്. ഹീറോ വേഗം അത് എടുക്കാൻ നോക്കുമ്പോൾ ലീയുടെ കുറച്ച് ആളുകൾ വന്നിട്ട് സ്മോക്ക് കാനിസ്റ്റർ അവിടെ ഇടുന്നു. പിന്നൊന്നും പറയണ്ട, അങ്ങോട്ടും ഇങ്ങോട്ടും ഷൂട്ടായിരിക്കും. അതിനിടയിൽ ആ ബ്രയാൻ അവിടെ നിന്ന് ഓടിപ്പോകാൻ നോക്കുമ്പോൾ ഹീറോ അവനെ പിടിച്ച് വലിച്ച് നല്ലോണം പെരുമാറുന്നുണ്ട്. അന്നേരം ലീയുടെ ആളുകൾ ഹീറോക്ക് നേരെ ഷൂട്ട് ചെയ്യുന്നു. ഹീറോയുടെ കയ്യിലായിരിക്കും അത് കൊള്ളുക. ഇവിടെ മറുഭാഗത്ത് അപ്പോഴേക്കും പുറത്തു നിന്ന് ഹീറോയുടെ ടീം വന്ന് അവിടെ വർക്ക് ചെയ്യുന്ന വർക്കേഴ്സിനെയൊക്കെ അറസ്റ്റ് ചെയ്യുന്നു. അപ്പൊ അവിടെ വർക്ക് ചെയ്യുന്നതൊക്കെ ചെറിയ പിള്ളേരാണ്. അങ്ങനെ അവിടുന്ന് കട്ടായിട്ട് ശേഷം ബ്രയാൻ കണ്ണ് തുറന്നു നോക്കുമ്പോൾ അവനെ ആരോ ഒരു ചെയറിൽ കെട്ടിയിട്ടതായിരിക്കും കാണുക. ആ സംസാരിക്കാൻ കഴിയാത്ത 2 പിള്ളേരും അവിടെയുണ്ട്. തൊട്ടടുത്ത് പാർക്കും അവിടെ മരിച്ചു കിടക്കുന്നുണ്ടാകും. നോക്കുമ്പോ അവന്റെ ഒരു കൈ അവിടെ അവന്റെ ശരീരത്തിൽ ഇപ്പൊ ഇല്ല. അപ്പൊ നേരത്തെ ഇവർക്ക് കിട്ടിയത് പാർക്കിന്റെ കൈയായിരുന്നു. അന്നേരമായിരിക്കും അവിടെ റാക്ക് വരുന്നേ. ട്വിസ്റ്റ് മനസ്സിലായി കാണുമല്ലോ. ശരിക്കും ഈ റാക്കാണ് മിസ്റ്റർ ലീ. ഈ ബ്രയാൻ ആണെങ്കിൽ ആകെ മൊത്തം ഒന്നും മനസ്സിലാകില്ല. നീ ലീ ആണെന്ന് പറഞ്ഞതിനെ കൊണ്ട് നിനക്ക് ലീ ആകാൻ പറ്റുമെന്നാണോ നീ കരുതിയത്? അപ്പൊ അന്ന് ഫാക്ടറിയിൽ ശരിക്കും ബോംബിട്ടത് ബ്രയാൻ ആയിരുന്നു. ഹൈ റാങ്കിങ് ഡ്രഗ് കാർട്ടൽ മെമ്പേഴ്സിനെയൊക്കെ കൊന്നിട്ട് ആ ഡ്രഗ് സാമ്രാജ്യം പിടിച്ചെടുക്കാൻ വേണ്ടിയാണ് ഫാക്ടറി മുഴുവനും ബ്രയാൻ ബോംബിട്ട് നശിപ്പിച്ചത്. അവന്റെ അച്ഛനെ കൊന്നതും നേരത്തെ മരുന്ന് മാറ്റി ആ സ്ത്രീയെ കൊന്നതും പിന്നെ സൂഞ്ചൂങ്ങിനെ കൊന്നതും ഒക്കെ ഇവനാണ്. നീ കാരണം ഞാൻ അന്ന് ശരിക്കും ചാകേണ്ടതായിരുന്നു. ഞാൻ ചത്തിരുന്നെങ്കിൽ നീ മിസ്റ്റർ ലീ ആവുമായിരുന്നു. അന്നേരം ഇവൻ റാക്കിനെ നോക്കി, നീ എന്തൊക്കെ വെടിത്തരായി വിളിച്ചു പറയുന്നേ? എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഏകദേശം 9ഓളം പേരായിരുന്നു ലീ ആണെന്ന് പറഞ്ഞുകൊണ്ട് മുമ്പോട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അതിപ്പോ അങ്ങനത്തെ 100 പേരുണ്ടെങ്കിലും എനിക്കതൊന്നും ഒരു വിഷയമേ അല്ല. പക്ഷേ അവന്മാരൊക്കെ വെറും പറച്ചില് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആദ്യമായിട്ടാണ് ഒരുത്തൻ ഇത്രത്തോളം മുമ്പോട്ടേക്ക് വന്നത്. ഒരു ഭാഗത്ത് ഹീറോ ബ്രയാനെ ഇവിടെ അന്വേഷിക്കുകയാണ്. റാക്ക് നേരത്തെ മരിച്ച ആ സ്ത്രീയെ ഉദ്ദേശിച്ചുകൊണ്ട് അവരെ കൊന്നതിൽ എനിക്കൊരു കുഴപ്പവുമില്ല.
പക്ഷെ ഫാക്ടറിയിൽ ബോംബ് വെച്ചത് അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല. എന്റെ നായ മരിച്ചില്ല, പകരം അതിന്റെ പുറം ഭാഗം മുഴുവനും കത്തിക്കരിഞ്ഞു. നീ ചെയ്ത ഏറ്റവും വലിയ തെറ്റെന്താണെന്നറിയോ? എന്റെ സ്ഥാനം തട്ടിയെടുക്കാൻ നോക്കിയതാണ്. എന്നിട്ട് എന്റെ മുമ്പിൽ തന്നെ ഞാനായി നടന്നു. റാക്ക് ശരിക്കും ആരാണെന്ന് ആ 2 പിള്ളേർക്ക് മാത്രമേ അറിയുകയുള്ളൂ. ശേഷം തന്റെ ഡോഗിനോട് കാണിച്ച ദേഷ്യത്തിൽ ബ്രയാന്റെ പുറത്ത് ബ്ലോ ടോർച്ച് ഉപയോഗിച്ചിട്ട് പുറം മുഴുവനും കരിയിച്ചിട്ട് നേരെ ടെർമിനൽ കൊണ്ടുപോയി ഇടുന്നു. എന്നിട്ട് റാക്ക് ഹീറോയെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറയുന്നു. അങ്ങനെ ഹീറോക്ക് അവനാണ് ലീ എന്നുള്ള കാര്യം മനസ്സിലാകുകയാണ്. അങ്ങനെ ശേഷം ഹീറോ റാക്കിന്റെ ഡോഗിനെ കിടത്തി ആ ഹോസ്പിറ്റലിൽ ചെന്ന് പോയി നോക്കുമ്പോൾ അതിനകത്ത് ആ ഡോഗ് ഉണ്ടാകില്ല. അപ്പോഴേക്കും റാക്ക് അതിനെയും കൂട്ടിയിട്ട് അവിടുന്ന് പോയിട്ടുണ്ടാകും. ഇവിടെ മിസ്റ്റർ ലീ ബ്രയാൻ ആണെന്ന രീതിയിൽ പോലീസ് അവനെ അറസ്റ്റ് ചെയ്യുകയാണ്. അവിടുന്ന് കേട്ടായിട്ട് അടുത്ത സീനിൽ ചീഫിനോട് ഹീറോ, ഞാൻ നിങ്ങളോട് ഓൾറെഡി റിപ്പോർട്ടിൽ പറഞ്ഞതാണല്ലോ ബ്രയാൻ അല്ല ലീ എന്ന്. അപ്പൊ ചീഫ്, ശരിക്കുമുള്ള ലീ ഇത്ര ദിവസം നിന്റെയൊക്കെ അടുത്ത് കയ്യെത്തുന്ന ഒരു ഉണ്ടായിട്ടും നിനക്ക് അവനെ മനസ്സിലായില്ല. യഥാർത്ഥ ലീ പോലീസുകാരുടെ കൂടെ കറങ്ങി തിരിഞ്ഞവനായിരുന്നു. അവന്റെ പേരോ ഊരോ ഒന്നും തന്നെ നമുക്കറിയില്ല. ഇനിയും അവനെ നമുക്ക് പിടിക്കാൻ പറ്റുമെന്നാണോ നീ പറയുന്നത്? ബ്രയാൻ ഓൾറെഡി മുമ്പ് മിസ്റ്റർ ലീ താനാണെന്ന് സംബന്ധിച്ചത് കൊണ്ട് അവനെ ഞങ്ങൾ അറസ്റ്റ് ചെയ്തു. കേസ് ക്ലോസ് ആയി. അവിടുന്ന് കേട്ടായിട്ട് അടുത്ത സീനിൽ സിനിമയുടെ സ്റ്റാർട്ടിങ്ങിൽ ഹീറോ ഒരു മഞ്ഞ് മൂടിയ സ്ഥലത്തൂടെ വണ്ടി ഓടിച്ചു പോകുന്നത് കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ? അത് കാണിക്കുന്നു. അപ്പൊ അത് ശരിക്കും ഹീറോ റാക്കിനെ കാണാൻ വേണ്ടി പോകുന്നതാണ്. അതായത് റാക്കിന്റെ ഡോഗിന്റെ ശരീരത്തിൽ ഹീറോ GPS ഡിവൈസ് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഇവൻ റാക്കിന്റെ ലൊക്കേഷൻ കണ്ടെത്തിയത്. അങ്ങനെ അവൻ അവിടെ എത്തുന്നു. എന്നിട്ട് റാക്കിനോട് താൻ എങ്ങനെയാണ് ഇവിടെ എത്തിയത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോഴായിരിക്കും ഹീറോയുടെ റാക്ക് അന്ന് ഫാക്ടറിയിൽ വരുന്ന ഷിപ്പിംഗ് കണ്ടെയ്നറിൽ ഒരു കുട്ടി ഉണ്ടായിരുന്നതായി പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? അത് ശരിക്കും ഇവൻ തന്നെയായിരുന്നു എന്നുള്ള സത്യം വെളിപ്പെടുത്തുക. ശരിക്കുമുള്ള റാക്ക് മരിച്ചു എന്നത് ഇവൻ കള്ളം പറഞ്ഞതായിരുന്നു. ഇവൻ തന്നെയാണ് ഒറിജിനൽ റാക്ക്. അന്ന് ആ കണ്ടെയ്നറിൽ ഇവൻ മാത്രമായിരുന്നില്ല, ഇവന്റെ അച്ഛനും അമ്മയും കൂടെ ഉണ്ടായിരുന്നു. അതിലുള്ള ആ ഡ്രഗ്സ് ലീക്കായി അത് നേരെ സ്പ്രെഡായി അത് ശ്വസിച്ച് അവന്റെ അച്ഛനും അമ്മയും മരിച്ചു. എന്തോ ഭാഗ്യത്തിന് റാക്കിനൊന്നും പറ്റിയില്ല. ശേഷം ആ ഫെസിലിറ്റിയിൽ വർക്ക് ചെയ്യുന്ന ഒരു കപ്പിളാണ് ഇവനെ അഡോപ്റ്റ് ചെയ്ത് വളർത്തിയത്. അങ്ങനെ അവൻ ആ ഡ്രഗ് വേൾഡിൽ തന്നെ വളർന്നു. ശേഷം ഇനി എന്താണ് നിങ്ങൾ ചെയ്യാൻ പോകുന്നതെന്ന് ഹീറോയോട് റാക്ക് ചോദിക്കുന്നു. ഞാനെല്ലാം ഇവിടെ വെച്ച് അവസാനിപ്പിക്കാൻ പോവുകയാണ്. നീ എപ്പോഴെങ്കിലും സന്തോഷം അനുഭവിച്ചിട്ടുണ്ടോ എന്ന് ഹീറോ ചോദിക്കുന്നു. അങ്ങനെ അവിടുന്ന് കേട്ടായിട്ട് അതിനുശേഷം കേൾക്കുന്നത് ഒരു ഗൺഷോട്ടാണ്. അതായത് മിസ്റ്റർ ലീയെ ഹീറോ കൊന്നു. ഇവിടെ വെച്ച് ഈ സിനിമ കഴിയുന്നു. അപ്പോൾ ഈ സിനിമ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞാൻ വേറൊരു ദിവസം വേറൊരു മൂവി ആയിട്ട് വരാം.